നാട്ടിൽ നിന്ന് ഖത്തറിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ എയർപോർട്ടിലിരുന്ന് വായിച്ചൊരു കോട്സ് ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം, പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. എവിടെയോ ഒരു മരിപ്പച്ചി ഉണ്ടാവും. അതിപ്പോൾ നമുക്ക് എത്തുമെന്ന് ഉറപ്പില്ലെങ്കിൽ തന്നെ ആ ഒരു പ്രതീക്ഷയോടെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കണം. എത്തിയില്ലെങ്കിലും ആ യാത്ര വലിയ കാര്യമാണ്. അതുകൊണ്ട് തുടർന്നു കൊണ്ടേയിരിക്കുക. അതാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. എത്ര ശരിയായിട്ടുള്ള കാര്യമാണല്ലേ. ശരിക്കും എനിക്ക് തോന്നുന്നു ഓരോ മനുഷ്യനും പ്രവാസിയാവുന്നത് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ ആ മരുപ്പച്ച കാണും, അവിടേക്ക് നമ്മൾ എത്തിപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണല്ലേ. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നപ്പോൾ നാട് വിട്ടു പോകുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. അങ്ങനെ പ്രവാസിയായ ഒരാളാണ് ഞാൻ. പക്ഷെ നാട്ടിൽ നിന്ന് പോകുന്ന വേറൊരു രാജ്യത്തെത്തിയ നിമിഷം തൊട്ട് മനസ്സിൽ തോന്നാൻ തുടങ്ങി വേണ്ടിയിരുന്നില്ല എന്നുള്ളത്. ആദ്യമൊക്കെ എങ്ങനെയെങ്കിലും തിരിച്ച് വീട്ടിൽ പോകണം, നാട്ടിൽ പോകണം, അമ്മേനെ കാണണം, അച്ഛനെ കാണണം, കൂട്ടുകാരെ കാണണം, ഈ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ മനസ്സിൽ. പക്ഷേ ഒരുപാട് കരച്ചിലുകൾക്കൊടുവിൽ കരഞ്ഞ് 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 കണ്ണീര് വറ്റിപ്പോവാന്ന് പറയില്ലേ, അങ്ങനെ ഒരവസ്ഥയിൽ ഓരോ പ്രവാസി ഉടലെടുക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കഴിഞ്ഞു പോയി കുറച്ച് നാളുകൾ കൊണ്ട് ജീവിതത്തിൽ നല്ലതായിട്ടും ചീത്തയായിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു കേട്ടോ. ജീവിതം ഒരുപാട് മാറി. ഞാനിവിടെ ജോലി ചെയ്യാൻ വന്ന ഞാൻ നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടി ചേർന്നു. നാട്ടിലെ പോലെ തന്നെ ജോലിയും പഠനവും പ്രോഗ്രാമും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാനുള്ള അവസരം കിട്ടിയിട്ടോ. ഖത്തറിൽ ഞാൻ വന്നതിന് ശേഷമുള്ള എൻ്റെ രണ്ടാമത്തെ നോമ്പുകാലമാണ് കേട്ടോ ഇത്, അതായത് റമദാൻ മാസം. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ഞാൻ ഓർത്ത് വന്നാൽ ശരി ഒരു വീഡിയോ ഒക്കെ എടുക്കാം, കുറേ നാളായി വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട്. അപ്പോൾ എൻ്റെ കൂടെയുള്ളവരൊക്കെ നോമ്പ് നോക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മുന്നിരുന്ന് ഭക്ഷണം കഴിക്കണം നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ വന്ന സമയം തൊട്ടേ ഞാനും അവരോട് നോമ്പ് പിടിക്കാനാണ് കേട്ടോ. അങ്ങനെ കുറച്ച് സ്നാക്സൊക്കെ ഉണ്ടാക്കി, കുറച്ച് കട്ട് ഫ്രൂട്ട്സൊക്കെ ഉണ്ടാക്കി ഇന്നത്തെ നോമ്പ് തുറ അതിമനോഹരമായിട്ട് നടന്നു എന്ന് പറയാം. അത് കഴിഞ്ഞ് വൈകുന്നേരം ഒന്ന് പുറത്തു പോയി. ഇവിടെ ഒരു ബാൻഡിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രോഗ്രാമൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം.